കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഒരുപാട് കയ്യടി നേടുകയാണ്. അദ്ദേഹത്തോട് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. അദ്ദേഹത്തിന്റെ ഭരണ കാലയളവ് മുഴുവൻ അദ്ദേഹത്തിന് ഇങ്ങനെ കേരള ജനതയിൽ നിന്നും നിരവധി കയ്യടികൾ, അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്ക്, നിർദ്ദേശങ്ങൾക്ക് ലഭിക്കട്ടെ. അത്രമാത്രം നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഇപ്പോൾ ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനവും അദ്ദേഹത്തിന്റെ ഒരു മുൻകരുതലും ഒക്കെയാണ് ഇപ്പോൾ കയ്യടി നേടുന്ന ഒരു തീരുമാനമായി വന്നിരിക്കുന്നത്. ആശാ വർക്കർമാരുടെ സമരസമിതി നേതാക്കളും അദ്ദേഹവുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടക്കുകയാണ്. ഈ കൂടിക്കാഴ്ചയിലൂടെ ആശാ വർക്കർമാരുടെ വേതനം പരിഷ്കരിക്കുന്നത് ആദ്യ മന്ത്രിസഭാ യോഗം പരിഗണിച്ചേക്കും എന്നാണ് അറിയുന്നത്. UDF ഭരണത്തിലെത്തിയാൽ ആശാ പ്രവർത്തകരുടെ വേതനം വർദ്ധിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിരുന്നു. നമുക്കറിയാം, കേരള സമൂഹം ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം കേട്ട ഒരു പേരാണ് ആശാ വർക്കർമാർ. അവരുടെ പ്രശ്നങ്ങൾ ഒക്കെ ഒരുപക്ഷെ ഈ പിണറായി വിരോധം, പിണറായി വിരുദ്ധ വികാരം ഇത്രയധികം ശക്തമാകാൻ ആശാ വർക്കർമാരുടെ ആ ഒരു ഒറ്റ സമരത്തിന് സാധിച്ചു എന്ന് തന്നെ പറയാം. അവരെ കാണാൻ ചെന്ന, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ചെന്ന എന്നോട് അവരിൽ ഒരാൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സർക്കാരിനെ, പിണറായി സർക്കാരിനെ താഴെ ഇറക്കാൻ ഞങ്ങൾ കുറച്ചുപേർ വിചാരിച്ചാൽ മാത്രം മതി, അത്രമാത്രം ശക്തമായിട്ടാണ് ഞങ്ങൾ പിണറായി സർക്കാരിനെതിരെ പൊരുതുന്നത് എന്ന്. ഒരു പക്ഷേ പിണറായി സർക്കാർ താഴെ വീണതിന്റെ ഒരു മുഖ്യ ഘടകം എന്ന് പറയുന്നത് ആശാ വർക്കർമാരുടെ ഈ ഭരണവിരുദ്ധ വികാരം തന്നെയായിരിക്കും. അവരെ അത്രമാത്രം തെരുവിൽ കിടത്തി കഷ്ടപ്പെടുത്തിയ ഒരു സർക്കാരാണ് പിണറായി സർക്കാർ. ആ കഷ്ടപ്പാട് നേരിട്ട് കണ്ട പ്രതിപക്ഷ നേതാവാണ് വി.ഡി. സതീശൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭരണത്തിൽ എത്തുമ്പോൾ അടുത്ത ദിവസം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് അവരെയൊക്കെ നേരിട്ട് കണ്ട് താൻ പറഞ്ഞ വാഗ്ദാനങ്ങൾ താൻ മറന്നിട്ടില്ല എന്ന് ധരിപ്പിക്കുകയാണ് ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, വി.ഡി. സതീശൻ ചെയ്യുന്ന ഈ ഓരോ പ്രവർത്തികൾ ആരൊക്കെയാണ് ഇനി താൻ അധികാരത്തിൽ വരുമ്പോൾ ഓർമ്മിക്കേണ്ടത്, ആർക്കൊക്കെയാണ് താൻ സപ്പോർട്ട് നൽകേണ്ടത്, ആർക്കൊക്കെയാണ് താൻ വാക്കുകൾ നൽകിയത്, പാലിക്കേണ്ട വാക്കുകൾ ഏതൊക്കെയാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ് അദ്ദേഹം അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ്. അതുകൊണ്ടാണ് ഈ തുടക്കത്തിലുള്ള ഈ കയ്യടി അവസാനം വരെയും, ഭരണം കഴിയുന്ന ആ ഒരു ദിവസം വരെയും അദ്ദേഹത്തിന് ലഭിക്കണം എന്ന് ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് പറയുന്നത്. എന്തായാലും ആദ്യ ക്യാബിനറ്റിൽ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ എന്ന് സമരത്തിന് നേതൃത്വം നൽകിയ നേതാക്കൾ പറയുന്നു. മാസം 21,000 രൂപ ഓണറേറിയം അനുവദിക്കുക, എല്ലാ മാസവും 5-ാം തീയതിക്കുള്ളിൽ വേതനം വിതരണം ചെയ്യുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപയും പെൻഷനും നൽകുക, 2021 LDF പ്രകടന പത്രികയിലെ വാഗ്ദാനമായ പ്രതിദിനം 700 രൂപ മിനിമം വേതനം നടപ്പാക്കുക. ഇതായിരുന്നു ആശമാരുടെ ആവശ്യം. നീണ്ട സമരങ്ങൾക്കൊടുവിൽ സർക്കാർ ഇവരുടെ ഓണറേറിയം 1000 രൂപ വർദ്ധിച്ച്, അതായത് 7,000 രൂപയിൽ നിന്ന് 8,000 രൂപയാക്കി. എന്നാൽ വിരമിക്കൽ പ്രായം സംബന്ധിച്ച നിബന്ധനകൾ ഒഴിവാക്കുകയും ചെയ്തു. ഇത് തങ്ങളുടെ പൂർണ്ണമായ ആവശ്യങ്ങളുടെ വിജയമല്ല എന്നവർ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴും പലയിടത്തും സമരം തുടരുകയാണ്. എന്തായാലും അവരെ ചേർത്ത് നിർത്താൻ വി.ഡി. സതീശൻ കാണിച്ച ഈ മനസ്സിന് ആശമാർ നന്ദി പറയുകയാണ്. തന്നെയുമല്ല, അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്ത 1-2 തീരുമാനങ്ങളും അദ്ദേഹത്തിന് ധാരാളം സപ്പോർട്ട് കേരള സമൂഹത്തിൽ നിന്ന് ലഭിക്കാനിടയായതാണ്. ഒന്നാമത് വാഹനവ്യൂഹം ഒഴിവാക്കി. ആ വാഹനവ്യൂഹം ഒഴിവാക്കിയത് തന്നെ മുൻപ് ഉള്ള സർക്കാരിനോട് ഏറ്റവും കൂടുതൽ എതിർപ്പ് പ്രകടിപ്പിച്ചത് സതീശൻ തന്നെയായിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരുന്ന വി.ഡി. സതീശൻ തന്നെയായിരുന്നു പിണറായിയെ ഏറ്റവും കൂടുതൽ ഈ വാഹനവ്യൂഹത്തിന്റെ കാര്യത്തിൽ വിമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യം പറഞ്ഞത് വാഹനവ്യൂഹം ഒഴിവാക്കുക എന്നതായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ക്ലിഫ് ഹൗസ് നവീകരണം എന്ന് പറയുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായിയുടെ ഭരണകാലത്ത് ഏറെ ചർച്ചയായതായിരുന്നു ക്ലിഫ് ഹൗസ് നവീകരണം. 20 ലക്ഷത്തിലേറെ ലക്ഷങ്ങൾ ചിലവിട്ടാണ് അവിടെ ലിഫ്റ്റ് നിർമ്മിച്ചത്. വൻ തുക മുടക്കിയുള്ള കാലിത്തൊഴുത്ത് നവീകരിച്ചു, സെക്യൂരിറ്റി ഗാർഡ് റൂം, അങ്ങനെ ക്ലിഫ് ഹൗസിന്റെ അറ്റകുറ്റപ്പണികൾ തന്നെ പിണറായി കാലത്തെ ദൂർത്തായിരുന്നു. അങ്ങനെയുള്ള മുഖമിനുക്കൾ വേണ്ട എന്നായിരുന്നു സതീശന്റെ മറ്റൊരു കയ്യടി നേടിയ നിർദ്ദേശം. മാത്രമല്ല, വീട്ടിൽ മാത്രമല്ല ഓഫീസിൽ അത്യാവശ്യമെങ്കിൽ മാത്രം അറ്റകുറ്റപ്പണി മതി എന്നാണ് നിയുക്ത മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് ഇനിയും ഇതുപോലെയുള്ള കയ്യടി നേടുന്ന ഒരുപാട് നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അദ്ദേഹം 10 വർഷം ഈ നാട് ഭരിച്ചു മുടിച്ച ഒരു സർക്കാരിനെ കണ്ട്, ആ സർക്കാർ എങ്ങനെയൊക്കെയാണ് ജനങ്ങളെ വേദനിപ്പിച്ചത്, വിഷമിപ്പിച്ചത്, ജനവിരുദ്ധ വികാരം എങ്ങനെയാണ് ആ സർക്കാരിന് നേരെ ഉണ്ടായത് എന്ന് നേരിട്ടറിഞ്ഞ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം പാർട്ടിക്കും സ്വന്തം പ്രവർത്തകർക്കും സ്വന്തം സർക്കാരിന് നേരെ ആ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകരുത് എന്ന നിർബന്ധം വി.ഡി. സതീശനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തുടക്കം മുതൽ തന്നെ ഇത്തരത്തിലുള്ള കർശനമായ തീരുമാനങ്ങൾ അദ്ദേഹം മുന്നിട്ട് നിന്നെടുക്കുന്നത്. ഇതിൽ പ്രത്യേകം പറയേണ്ട ഒരു സംഗതി എന്താണ് എന്ന് വെച്ചാൽ, അദ്ദേഹം മുഖ്യമന്ത്രിയായി സ്ഥാനം ഏറ്റെടുത്തിട്ടില്ല. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇരിക്കുന്നതിന് മുൻപ് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യണം, ഇത്തരം കാര്യങ്ങൾ തന്റെ പരിഗണനയിലുണ്ട് എന്നത് അദ്ദേഹം അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അദ്ദേഹം ഒരു നല്ല മുഖ്യമന്ത്രിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തിങ്കളാഴ്ചയാകാൻ
കേരള സമൂഹം അക്ഷരാർത്ഥത്തിൽ കാത്തിരിക്കുകയാണ്. ഒരു നല്ല മുഖ്യനെ 10 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിന് കിട്ടിയ ഒരു സന്തോഷത്തിൽ കേരളം കാത്തു നിൽക്കുകയാണ്. ആ സന്തോഷം അദ്ദേഹത്തിന്റെ ഭരണം അവസാനിക്കുന്ന അവസാന നാൾ വരെ നിലനിൽക്കട്ടെ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.